Two like parallel forces 50 Newton and 100 Newton act at the ends of a rod 360 mm long. Find the magnitude of resultant force in the point where it acts. അപ്പോൾ എന്താണ് ഒരു ബാർ എ ബി തന്നിട്ടുണ്ട്, അത് രണ്ട് എൻഡിൽ നിന്ന് 50 ന്യൂട്ടനും 100 ന്യൂട്ടനും ഇതുപോലെ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബാർ എ ബിയുടെ ലെങ്ത് എന്താണ് 360 mm ആണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ആൻഡ് പോയിന്റ് വെയർ ഇറ്റ് ആക്ട്സ് ഇൻ എ ബി ലൈൻ എ ബി. ക്ലിയർ അല്ല? അപ്പോൾ രണ്ട് സിൻസ് 50 ന്യൂട്ടൺ 100 ന്യൂട്ടൺ പാരലൽ ഫോഴ്സ് ആയതുകൊണ്ട് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ 50 ന്യൂട്ടനും 100 ന്യൂട്ടനും ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ക്ലിയർ? ലെറ്റ് ആർ ബി ദിസ് റിസൾട്ടൻറ്റ് ഫോഴ്സ്, ലെറ്റ് ഇറ്റ് ബി ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം പോയിന്റ്. നമുക്ക് ഈ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡും എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ 50 എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് ഫോഴ്സ് 50 ന്യൂട്ടനും 100 ന്യൂട്ടൻ്റെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ ആഡ് ചെയ്യും. അത് തന്നെയായിരിക്കും റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് സം ഓഫ് ആൾ ഫോഴ്സസ് ആക്ടിങ് ദ ലൈൻ എ ബി. ദാറ്റ് ഈസ് 50 ന്യൂട്ടൺ പ്ലസ് 100 ന്യൂട്ടൺ. ദാറ്റ് ഈസ് 150 ന്യൂട്ടൺ. ക്ലിയർ? ഈ 50 ന്യൂട്ടനും 100 ന്യൂട്ടനും ഡൗൺവേർഡ് ഡയറക്ഷൻ ആയത് റിസൾട്ടൻ്റ് ആറും എന്തായിരിക്കും? വിൽ ബി ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ ഇത് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ 50യും 100ഉം താഴോട്ടേക്ക് ആയതുകൊണ്ട് ആറും എന്താ താഴോട്ടേക്ക് എന്ന രീതിയിൽ മാർക്ക് ചെയ്തിരിക്കാം. ക്ലിയർ? അപ്പം നമുക്ക് ആർ കിട്ടി. ടു ഫൈൻഡ് ഔട്ട് എക്സ്. എക്സ് നമുക്ക് എന്താ വെച്ചാൽ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്താ വെച്ചാൽ മൊമെൻ്റ് എടുത്തിട്ടും പിന്നെ റേഷ്യോ വെച്ചിട്ടും. രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് എന്താ മൊമെൻ്റ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലിയർ? പോയിന്റ് ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ലെറ്റ് എക്സ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് ആർ ആൻഡ് എ. റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ, ഈ ഒരു ലൈൻ. ക്ലിയർ? അതും പോയിന്റ് ചെയ്യുന്നുള്ള ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി എക്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് മൊമെൻറ്റ് പ്രൊഡ്യൂസ് ബൈ ആൾ ഫോഴ്സസ് എബൌട്ട് എ പോയിന്റ് വിൽ ബി ഈക്വൽ ടു മൊമെൻറ്റ് പ്രൊഡ്യൂസ് ബൈ റിസൾട്ടൻറ്റ് എബൌട്ട് ദി സെയിം പോയിന്റ്. ക്ലിയർ? അപ്പോൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ്സ് എബൌട്ട് എ പെർട്ടിക്കുലർ പോയിന്റ് വിൽ ബി ഈക്വൽ ടു റിസൾട്ടൻ്റ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് എബൌട്ട് എ സെയിം പോയിന്റ്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളെന്താ എക്സ് കണ്ടുപിടിക്കുക. ഒറിജിനലി ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? 50 ന്യൂട്ടനും 100 ന്യൂട്ടനും. അപ്പോൾ ആ രണ്ടും കൊണ്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എനി പോയിന്റ് വിൽ ബി ഈക്വൽ ടു റിസൾട്ടൻ്റ് കൊണ്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ് about that same point. Clear? അപ്പോൾ അതിനു വേണ്ടി ഐ വിൽ ബി ടേക്കിംഗ് മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക്വൈസ് മൂവ്മെൻറ്റ് എന്താ പോസിറ്റീവായിട്ട് എടുത്തു. ക്ലിയർ? ആൻഡ് വിൽ ബി ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് പോയിന്റ് എ. അപ്പോൾ പോയിന്റ് എ വെച്ച് മൊമെൻറ്റ് എടുക്കുമ്പോൾ എന്താണ് 50 ന്യൂട്ടൺ ഈസ് പാസിംഗ് ത്രൂ പോയിന്റ് എ. സോ അതുകൊണ്ട് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓൺലി 100 ന്യൂട്ടൺ കൊണ്ട് മാത്രമേ മൂവ്മെൻറ്റ് ആണല്ലോ. അപ്പോൾ 100 ന്യൂട്ടൺ കൊണ്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു റിസൾട്ടൻ്റ് കൊണ്ടുണ്ടാകുന്ന മൂവ്മെൻറ്റ്. ക്ലിയർ? ദാറ്റ് വിൽ ബി ആ ഒരു പ്രിൻസിപ്പിൾ വെച്ച് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എക്സ്. അപ്പോൾ 100 ന്യൂട്ടൺ കൊണ്ടുള്ള മൂവ്മെൻറ്റ് എന്താണ്? 100 ന്യൂട്ടൺ കൊണ്ടുള്ള മൂവ്മെൻറ്റ് 100 ഇൻറ്റു എ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്ന് എന്താണ് 360 mm. 100 ഇൻറ്റു 360 അതുകൊണ്ടുള്ള മൂവ്മെൻറ്റ് അബൌട്ട് പോയിന്റ് എ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ? അബൌട്ട് പോയിന്റ് എ നോക്കും ഇറ്റ് ഈസ് ഹാവിങ് എ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ദാറ്റ് ഈസ് മൈനസ് 100 ഇൻറ്റു 360 വിൽ ബി ഈക്വൽ ടു റിസൾട്ടൻറ്റ് ആർ കൊണ്ടുള്ള മൂവ്മെൻറ്റ് ആർ ഇൻറ്റു എക്സ്. അഗെയിൻ ഇറ്റ് ഈസ് അബൌട്ട് പോയിന്റ് എ നോക്കുമ്പോൾ എന്താ ക്ലോക്ക് വൈസ്. സോ ഇറ്റ് വിൽ ബി അഗെയിൻ നെഗറ്റീവ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 150 കിട്ടി. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എക്സ് ടു ബി 240 mm. Clear? We have find out x. This distance x. അപ്പോൾ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് എത്രയായിരിക്കും? 240 mm ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ. ദാറ്റ് ഈസ് ഇഫ് റിസൾട്ടൻ്റ് ഈസ് ആക്ടിങ് ടു പോയിന്റ് സി ആണെങ്കിൽ നമ്മളെന്താ തിയറി പാരലൽ ഫോഴ്സസിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റേഷ്യോ ഓഫ് ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് റേഷ്യോ വെച്ചിട്ട്. ക്ലിയർ? ദാറ്റ് ഈസ് 50 by 100 will be equal to BC by AC. അല്ല 50 by 100 will be equal to BC by AC. From that എന്താ AC will be let it be taken as x. അങ്ങനെയാണെങ്കിൽ AC എന്തായിരിക്കും? What is BC? BC will be 360 minus x. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 by 100 will be equal to BC will be 360 minus x ഉം ACക്ക് x ഉം. അപ്പോൾ ഇതിന് x നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയായിരിക്കും? ഇത് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എൻ ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് x will be again will get as 240 mm. ഈ രണ്ട് മെത്തേഡും വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക മൊമെൻറ്റ് മെത്തേഡ് ആയിരിക്കും.